ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പ്രഥമദൃഷ്ട്യാ കരാറുകാരുടെ വീഴ്ചയാണെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം വരുന്നത്. പുതിയ കരാറുകളിൽ നിന്നും നിലവിലെ കരാറുകളിൽ നിന്നും കമ്പനിയെ വിലക്കി ദൃഢതയില്ലാത്ത മണ്ണാണ് അടിസ്ഥാനമായി ഉപയോഗിച്ചത് എന്നും സമീപത്ത് വെള്ളം കെട്ടിയെന്നത് മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേക മേൽനോട്ടത്തിൽ രണ്ടംഗ വിദഗ്ധ സമിതി അന്വേഷിച്ചുവെന്നും ദേശീയപാത അതോറിറ്റി കോടതിയിൽ വിശദീകരിച്ചു. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. NHA എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരണമായി നൽകുന്നത്? ഈ വലിയ സംഭവത്തിൽ എത്രത്തോളം ഗൗരവത്തോടെ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്? പ്രദീപ്. പ്രജീഷ്, രണ്ട് കാര്യങ്ങൾ ഊന്നിയാണ് പ്രധാനമായും ദേശീയപാത അതോറിറ്റി ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഈ പാത പണിത പ്രദേശങ്ങളിലെ മണ്ണിനെയും ഒപ്പം കരാറുകാരെയും പഴിചാരിയാണ് ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. മണ്ണിന്റെ ഘടനയാണ് അല്ലെങ്കിൽ മണ്ണിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയപാത വിവിധയിടങ്ങളിൽ തകരാൻ ഇടയായത് എന്നാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന്, കരാറുകാർക്കുണ്ടായ വീഴ്ചയും ഇത്തരത്തിൽ പാത തകരാൻ ഇടയായി എന്ന് പറയുന്നു. അതേസമയം ഈ പാതയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കേണ്ട ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയോ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടക്കുറവ്, അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും പരാമർശിക്കാതെ മണ്ണിനെയും ഒപ്പം കരാറുകാരെയും പൂർണ്ണമായും പഴിചാരിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈ പിഴവിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഡൽഹി IIT-യിൽ നിന്നുള്ള പ്രൊഫസറുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ ജോലികൾ വിലയിരുത്തുന്നുണ്ട്. കൂടാതെ മറ്റൊരു രണ്ടംഗ വിദഗ്ധ സമിതി ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുകയും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നല്ല രീതിയിൽ പണികൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് ദേശീയപാത അതോറിറ്റി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സമിതിയുടെ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഭാവിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുക. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നും ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ആ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. വിവിധ ഹർജികളിലായിരുന്നു ഈ നടപടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.